പുൽപ്പള്ളി പ്രതിഷേധത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കണമെന്ന മാനന്തവാടി രൂപത. അധികാരികളുടെ ഇടപെടലിൽ വന്ന വീഴ്ചയാണ് പ്രതിഷേധം അക്രമങ്ങളിൽ കലാശിക്കാൻ കാരണം. പരിഭ്രാന്തരായ ജനം എന്ത് ചെയ്യുമെന്ന് മുൻകൂട്ടി പറയാനാകില്ല. വൈകാരികതയിൽ നിന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും രൂപത മെത്രാൻ ബിഷപ്പ് മാർ ജോസ് പെരുന്നോടം പറഞ്ഞു. വയനാട്ടിലെ വന്യജീവി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാനന്തവാടി രൂപത ഗവർണറുടെ പിന്തുണ തേടി. പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര സർക്കാരുമായി ആശയവിനിമയം നടത്തുമെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉറപ്പു നൽകി. ഇപ്പോൾ തന്നെ വന്യമൃഗാക്രമണത്തിൽ ആശയേറ്റിരിക്കുന്ന ഒരു ജനത്തിന് ആകെപ്പാടെയുള്ള ഒരു ആശയാണ് അവരുടെ മക്കൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുക എന്നുള്ളത്. ഇങ്ങനെയുള്ള അതിപരിഭ്രാന്തരായ ഒരു ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളുടെ പേരിൽ അവരുടെ പേര് കേസെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവി നശിക്കും, ആ കുടുംബത്തിന്റെ ഭാവി നശിക്കും. മാത്രമല്ല അത് നിതാന്തരമായ ഒരു ശത്രുതയിലേക്ക് ഒരു പക്ഷേ ഈ ജനത്തെ കൊണ്ട് എത്തിച്ചെന്നും വരാം. ഇപ്പോൾ തന്നെ ഇവിടെയുള്ള ജനങ്ങൾ നിരാശരാണ്. എനിക്ക് അധികാരികളോട് പറയാനുള്ള ഇതാണ്, നിങ്ങൾ കുറച്ചുകൂടി അവധാനതയോടുകൂടി ചിന്തിച്ച് ഈ കേസുകളൊക്കെ പിൻവലിക്കുകയും നിയമം കൊണ്ട് മാത്രം എല്ലാം നേരിടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. I have already given my sympathies and condolences to the bereaved families, but it is not just those bereaved families. The people of Wayanad are feeling very distressed. So I can only assure you that whatever Bishop Jose has given me and whatever other things I have come to know soon after reaching Tiruvandrum, I am going to take up all these issues with the state government and of course with the central government also. Thank you very much. Loka Samasta Sukhino Bhavantu. മുബഷീർ പി അക്ബർ നൽകും വിവരങ്ങൾ. മുബഷീർ, ശാശ്വത പരിഹാരം വേണമെന്ന മാനന്തവാടി രൂപത ആവശ്യപ്പെടുന്നു. കേന്ദ്രത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഇടപെടൽ ഉറപ്പാക്കുമെന്നാണ് ഗവർണർ പറയുകയും ചെയ്യുന്നത്. ഏത് രീതിയിലായിരുന്നു ചർച്ചകൾ? വിനീത, വയനാട്ടിലെ വന്യമൃഗശല്യത്താൽ കൊല്ലപ്പെട്ട ആളുകളുടെ വീടുകൾ സന്ദർശിച്ചതിനു ശേഷമായിരുന്നു ഏറ്റവും ഒടുവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിന്റെ സഭാധ്യക്ഷന്മാരുമായി മാനന്തവാടി ബിഷപ്പ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയത്. കർഷക കൂട്ടായ്മകളുടെ പ്രതിനിധികളും ഈ ഒരു കൂടിക്കാഴ്ചയിലുണ്ടായിരുന്നു. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു പ്രതികരണം ഗവർണർ നടത്തിയിരിക്കുന്നത്. ആ വിഷയത്തിൽ കർഷകരുടെ ആവശ്യം വയനാട്ടിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഗവർണർ ഇത്തരത്തിൽ ബിഷപ്പിലെ പ്രതിനിധികൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്കൊപ്പമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. വന്യജീവി ഭീഷണി നേരിടുന്ന പ്രശ്ന പരിഹാരത്തിനുള്ള നിരന്തര ശ്രമങ്ങൾ താനിവിടെ നടത്തും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യാത്രയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ലെന്നും പിന്നീട് ഇവിടെയുണ്ടായ ആ ഒരു നഷ്ടങ്ങളിലൊക്കെ തന്നെ ആ ഒരു വീടുകൾ സന്ദർശിച്ച ആ ഒരു കുടുംബത്തെ ആശ്വസിപ്പിക്കാനാണ് ഇവിടെ എത്തിച്ചേർന്നു ഗവർണർ പറയുകയുണ്ടായി. കൂടാതെ ഈ ഒരു വിഷയത്തിൽ മാനന്തവാടി രൂപത കൃത്യമായ പ്രതിഷേധം ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ കർഷകർ നേരിടുന്ന അല്ലെങ്കിൽ മാനന്തവാടി ഉൾപ്പെടെയുള്ള വയനാട്ടിലെ വിവിധയിടങ്ങളിലെ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഗവർണറുടെ പിന്തുണയും മാനന്തവാടി രൂപത തേടിയിട്ടുണ്ട്. ഈ ഒരു വിഷയങ്ങളൊക്കെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് അടിയന്തരമായി പരിഹാര നടപടികൾ ആവശ്യപ്പെടും തന്നെയാണ് ഗവർണർ മാനന്തവാടി രൂപതക്കും കർഷക കൂട്ടായ്മകൾക്കും ഉറപ്പ് നൽകിയിരിക്കുന്നത്. കേസുകൾ പിൻവലിക്കണമെന്നാണ് മാനന്തവാടി രൂപതയുടെ ആവശ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ തേടുമെന്ന് ഗവർണറും പറയുന്നു.